അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ഇന്ന് നമുക്ക് സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൻ്റെ ചുരുക്കം, നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് വേണം. അങ്ങനെ ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന കർമ്മം അങ്ങനെ ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അവയുടെ മാംസമാകട്ടെ രക്തങ്ങളാകട്ടെ അല്ലാഹുവിങ്കൽ എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, പക്ഷേ അവരുടെ തഖ്വ, നിങ്ങളിൽ നിന്നുള്ള തഖ്വ അല്ലാഹുവിങ്കൽ എത്തുന്നതാണ്. കദാലിക സഖറഹാ ലക്കും, അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന് നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ നടത്തുവാൻ വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, നബിയെ സുകൃതം ചെയ്യുന്നവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ലൻ യനാല, എത്തുന്നതല്ല തന്നെ, അല്ലാഹുവിങ്കൽ ലുഹൂമുഹ, അവയുടെ അഥവാ ബലിമൃഗത്തിന്റെ മാംസം, വലാ ദിമാഉഹ, അതുപോലെ തന്നെ ബലിമൃഗത്തിന്റെ രക്തവും അല്ലാഹുവിങ്കൽ എത്തുന്നതല്ല തന്നെ. വലാകിൻ, എന്നാൽ പക്ഷേ, യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ആ ഭയഭക്തി അല്ലാഹുവിങ്കൽ എത്തും. കദാലിക, അപ്രകാരം, സഖറഹ ലക്കും, സഖറഹ, അവയെ അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്? ലിതുകബ്ബിറുല്ലാഹ, അല്ലാഹുവിനെ തക്ബീർ ചെയ്യുവാൻ വേണ്ടി, അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറക്കേണ്ട രൂപത്തൊക്കെ പഠിപ്പിച്ചു തന്നതിന്റെ നിങ്ങൾ തക്ബീർ ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലിമൃഗത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്.
വബശ്ശിരി, നബിയെ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക, അൽ മുഹ്സിനീന, സുഹൃതം ചെയ്ത ആളുകൾക്ക്, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കറിയാം മറ്റു മതങ്ങളിൽ, അതല്ലെങ്കിൽ ഏത് മതങ്ങളിലാകട്ടെ, അവിടെയൊക്കെ ബലികർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി രക്തം ചിന്തലുണ്ട്. അതുപോലെ കേവലം മൃഗത്തെ അറുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിലൂടെയോ, അതല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത് പോലെ ഒട്ടകങ്ങളെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ രക്തമോ കഅബാലയത്തിൽ തേക്കുന്നത് കൊണ്ടോ ഒരു ഉപകാരവുമില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മോട് പറയുന്നത്. ഈ ആയത്തിറങ്ങുവാനുള്ള ഒരു കാരണം മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലയും സനദോടുകൂടെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അവിടുന്ന് പറയുന്നു, കാന അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ ആളുകൾ യൻദഹൂനൽ ബൈത ബിലുഹൂമിൽ ഇബ്ലി വദിമാഇഹ, ഒട്ടകത്തിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി അതുപോലെ തന്നെ അതിന്റെ രക്തം അതവർ കഅബത്തിന് മേലെ തളിർക്കും, അല്ലെങ്കിൽ അതിന്റെ മേലെ അവർ തേക്കുമായിരുന്നു. ഇത് കണ്ട സ്വഹാബത്ത്, ഫഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, ഫനഹ്നു അഹഖു അൻ നൻദഹ, ഞങ്ങളാണ് നിങ്ങളെക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ അർഹർ എന്ന് പറഞ്ഞുകൊണ്ട് അവരിത് പറഞ്ഞ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ ഇറക്കുകയാണ്. ലൻ യനാലല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്വ മിൻകും, മാംസമോ അതല്ലെങ്കിൽ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുക നിങ്ങളുടെ തഖ്വയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ ഇറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബലികർമ്മത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ തഖ്വയാണ്, നമ്മുടെ നിയ്യത്താണ് അള്ളാഹുവിലേക്ക് എത്തുക. അതുകൊണ്ട് ബലിമൃഗം അറക്കുന്ന വേളയിൽ ആരെ കാണിക്കാനോ അതൊരു ഫഖറായിക്കൊണ്ടോ ഞങ്ങൾ ഇത്ര അറക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാർ ഇത്ര അറുത്തു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുവാനോ, അതല്ലെങ്കിൽ റിയാഓ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയോ, അതല്ലെങ്കിൽ സുംഅത്തോ ആളുകൾ പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടി, അതിനൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മുജറദു ആദ, വെറുതെ ഒരു ആദത്ത് എന്നുള്ള നിലക്ക് ബലിപെരുന്നാളായി കഴിഞ്ഞാൽ അവർ മൃഗത്തെ അറക്കും. ആ കുടുംബക്കാർ അങ്ങനെയാണ്, ഒരു വലിയ പെരക്കാരാണ്, അതുകൊണ്ട് തന്നെ ഒരു വലിയ പെരുന്നാളായി കഴിഞ്ഞാൽ മൃഗങ്ങൾ അറക്കും എന്ന ഒരു പൊതുവേ ഉള്ള ഒരു പ്രവർത്തനമായിക്കൊണ്ട് ഒന്നും ഇതാകാൻ പാടില്ല, മറിച്ച് അവിടെ തഖ്വയോട് കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാം, അങ്ങനെ ഇഖ്ലാസ് ഒന്നും ഇല്ലാതെ ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മം എങ്ങനെയായി പോകും? കാനത്ത് കൽ ഖുശൂരില്ലദി ലാ ലുബ്ബ ഫീഹി, നമുക്കറിയാം പഴം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സസ്യമായിട്ടുള്ള ഒരു സംഗതി അതിനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉള്ളിലൊന്നുമില്ല എങ്കിൽ പൊള്ളണം. അങ്ങനത്തെ മരം, ഒരു കാമ്പില്ലാത്ത അതല്ലെങ്കിൽ കാതലില്ലാത്ത തേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരം, അതിനെ തൊലി തൊളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ഒന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് അവരുടെ പ്രവർത്തനം. അവർ ചെയ്യുന്ന ഇഖ്ലാസ് ഇല്ലാതെ അവർ എത്ര നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാലും അത് ഉള്ളിൽ കാതലില്ലാത്ത അതല്ലെങ്കിൽ ഉള്ളു പൊള്ളയായിട്ടുള്ള വസ്തുവായി മാറും. അതല്ലെങ്കിൽ വൽ ജസദില്ലദി ലാ റൂഹ ഫീഹി, ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് മഹാനായ നാസിർ സഅദി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ആയത്തിനെ തെറ്റായിക്കൊണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ തഖ്വ മതി, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അതാണ് എത്തുക, എന്നാൽ അതിന്റെ മാംസമോ രക്തമോ എത്തുകയില്ല. അപ്പൊ ഒരാൾക്ക് തഖ്വ ഉണ്ടായി കഴിഞ്ഞാൽ മതി, അപ്പൊ മൃഗത്തിന്റെ കോലമോ അതല്ലെങ്കിൽ അതിന്റെ തോലോ അതല്ലെങ്കിൽ അതിന്റെ തടിയോ ഒന്നും നോക്കേണ്ടതില്ല, അതിന് അസുഖമുണ്ടോ അതല്ലെങ്കിൽ അത് മെലിഞ്ഞതാണോ ഒന്നും പരിഗണിക്കേണ്ടതില്ല. തഖ്വയോട് കൂടി സംഗതി ചെയ്തു കഴിഞ്ഞാൽ ഇത് മതി എന്ന് പറയുന്നവരുണ്ട്. അത് തീർത്തും തെറ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരുപാട് ഹദീസുകൾ ബലിമൃഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതിനൊക്കെ എതിരാണ്. തഖ്വ മതി, പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിമൃഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അർബഉൻ ലാ തുജ്സിഉ ഫിൽ അദാഹി, 4 കാര്യമുണ്ട്. അത് ഉണ്ട് എങ്കിൽ അതെന്തിനു പറ്റൂല? ആ മൃഗത്തെ അതിലേതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ മൃഗം ബലി ഇറക്കുവാൻ പറ്റുകയില്ല. അതിൽ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞത് അൽ ഔറാഉൽ ബയ്യിനു ഔറുഹ,
വ്യക്തമായ നിലയിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്. ഒരു മൃഗം അതിന് വ്യക്തമായ നിലയിൽ കണ്ണിന് കാഴ്ച തന്നെ ഇല്ല എങ്കിൽ ആ മൃഗത്തെ അറക്കാൻ പറ്റൂല. വൽ മരീലത്തു അൽ ബയ്യിനു മർദുഹ, വ്യക്തമായ നിലയിൽ രോഗമുള്ള ആ മൃഗം, അതിനെയും അറക്കാൻ പറ്റുകയില്ല. വൽ അർജാഉൽ ബയ്യിനു ത്വൽഉഹ ദ്വൽഉഹ, വ്യക്തമായ നിലയിൽ പിന്നെ മുടന്തുള്ള മൃഗത്തെയും അറക്കാൻ പറ്റുകയില്ല. വൽ കസീറത്തുല്ലതി ലാ തുൻഖീം, അതുപോലെ തന്നെ വയസ്സായി പ്രായം ചെന്ന് മെലിഞ്ഞൊട്ടി ഒന്നും തന്നെ ഇല്ലാത്ത, മജ്ജയൊന്നുമില്ലാത്ത ഒരു മൃഗം, അതിനെയും നിങ്ങൾ എന്താക്കാൻ പറ്റില്ല, അറുക്കാൻ പറ്റുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി ഹദീസ് ഈ വിഷയത്തിലുണ്ട്. ചെവി മുറഞ്ഞത്, അതുപോലെ തന്നെ കണ്ണ് കുത്തി പൊട്ടി പോയത്, അതുപോലെ തന്നെ പല്ലുകൾ നഷ്ടപ്പെട്ടത്, ഇങ്ങനെ തുടങ്ങി മുടന്തുകൾ ഉള്ളത്, ഇങ്ങനെ പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലി അറക്കുന്ന മൃഗത്തിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ ഹദീസിനൊക്കെ എതിരാണ് അത്തരത്തിലുള്ള വാദം. തഖ്വ ഉണ്ടായി കഴിഞ്ഞാൽ മതി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. തഖ്വയും വേണം, അതുപോലെ തന്നെ ആ മൃഗത്തിന് വേണ്ടതായ ആ ഒരു മര്യാദകളും പാലിച്ചിട്ട് കൊണ്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്നുൽ കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം 1-2 ഹദീസുകൾ ഉദ്ധരിച്ചു. അവിടുന്ന് പറഞ്ഞു, തഖ്വ വേണം, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ മാംസമോ അതുപോലെ തന്നെ രക്തമോ അല്ല പരിഗണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസ്. നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുകയില്ല. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ്. ഈ ഹദീസിനെ സൂചിപ്പിക്കുന്നത് എന്താ? ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നിയ്യത്തിനെയാണ്. ആ നിയ്യത്ത് നന്നായാലേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ സ്വതക്കകൾ നൽകുന്ന സമയത്ത് നമ്മൾ ഏറെ ഗൗരവത്തിൽ, അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വദഖത തഖഉ ഫി യദിർ റഹ്മാനി ഖബ്ല അൻ തഖഅ ഫി യദിസ് സായിലി. ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു വന്നു, അതല്ലെങ്കിൽ നമ്മൾ പള്ളിക്ക് വേണ്ടി നൽകുകയാണ്, അതല്ലെങ്കിൽ ആവശ്യക്കാരന് നമ്മുടെ അടുത്തേക്ക് വന്നു, അതിനത്തിന് നൽകുന്ന ആ ഒരു വേളയിൽ നമ്മൾ നൽകുന്ന ആ വസ്തു അതല്ലെങ്കിൽ തുക അയാളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്കൊരു 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ 100 രൂപ കിട്ടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? നിയ്യത്താണ്. നമ്മൾ ചെയ്യുന്ന ആ നിയ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പ്രതിഫലം ലഭിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു മൃഗത്തെ അറുക്കുന്നു, ആ മൃഗത്തിന്റെ അറവിലൂടെ രക്തം താഴെ എത്തുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നമ്മുടെ നിയ്യത്തും അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലവും എത്തും എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇഖ്ലാസോട് കൂടി കാര്യങ്ങൾ ചെയ്യുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഈ പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് പോലെ മതത്തിനെ കുറിച്ച് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ അവർ പറഞ്ഞതുപോലെ എല്ലാ ഇഖ്ലാസോട് കൂടി എല്ലാ കാര്യങ്ങളും പരിപൂർണമായിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു, കദാലിക സഖറഹാ ലക്കും, അപ്രകാരം അവൻ നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിന്റെ മുന്നത്തെ ആയത്തിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള 36-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ ഒരു സംഗതി ആവർത്തിക്കുന്നു, കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. ഇതെന്താ? ആ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുന്നു. തുടർന്നുള്ള ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ആ ബലിമൃഗത്തെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു അത്രയും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് മുഅ്മിനീങ്ങളെ വീണ്ടും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടോ ഇത് എന്തിനാണ് അവർക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അവർക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആരാധിക്കേണ്ട രൂപം പറഞ്ഞു കൊടുത്തു, ബലിമൃഗത്തെ അറുക്കേണ്ട രൂപം പറഞ്ഞു കൊടുത്തു. ആ രൂപേണ അവർ അറുക്കുകയും അല്ലാഹുവിൽ തക്ബീർ ചെയ്യുകയും ചെയ്യണം. ലിതുകബ്ബിറുല്ലാഹ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള തക്ബീർ ചെല്ലുക. നിങ്ങൾ ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് തക്ബീർ ചെല്ലണം.
അതിന് മുന്നത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടത് എന്താ? ഫദ്കുറുസ്മല്ലാഹി അലൈഹ സവാഫ്. നിങ്ങൾ എന്താക്കണം? ആ മൃഗത്തെ അറക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ ഉച്ചരിക്കണം. ഒന്ന് ബിസ്മി ചൊല്ലാനാണ് ആവശ്യപ്പെടുന്നത്. പിറ്റത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ബീർ ചൊല്ലുവാനും ആവശ്യപ്പെടുന്നു. ഇത് വൈരുദ്ധ്യമായിക്കൊണ്ടല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മി ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, മറ്റേതിൽ തക്ബീർ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ അതിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, ഇത് അറിയിക്കുന്നത് അലാ മശ്റൂഇയ്യത്തിൽ ജംഇ ബൈന തസ്മിയത്തി വത്തക്ബീർ. തക്ബീറും അതുപോലെ തന്നെ തസ്മിയത്തും, ബിസ്മിയും തക്ബീറും രണ്ടും കൂടെ ഈ അറുക്കുന്ന വേളയിൽ ചെല്ലണം എന്നാണ് ഇതിലൂടെ അറിയിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മൃഗത്തെ അറുക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെല്ലുക? ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്താക്കാം? മൃഗത്തെ അറുക്കുക. അത് ഈ രണ്ട് ആയത്തിനെയും നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്ന് ബിസ്മി ചെല്ലാനും അതുപോലെ തന്നെ തക്ബീർ ചെല്ലാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കും? അറക്കുന്ന വേളയിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാമ ഹദാക്കും, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയതിന് നിങ്ങൾ അല്ലാഹുവിനെ എന്താക്കണം? തക്ബീർ ചെല്ലണം. തുടർന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, വബശ്ശിരിൽ മുഹ്സിനീൻ, പ്രവാചകരെ നിങ്ങൾ എന്താക്കണം? സുകൃതം ചെയ്യുന്ന ആളുകൾക്ക്, നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഈ മുഹ്സിനീങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് മുവഹിദീൻ, തൗഹീദുള്ള ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ എന്താക്കണം? സന്തോഷ വാർത്ത അറിയിക്കണം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഈ മുഹ്സിനീൻ എന്നുള്ളത് നമുക്കറിയാം, ഈമാൻ ഉണ്ട്, അല്ല ഇസ്ലാം ഉണ്ട്, ഈമാൻ ഉണ്ട്, ഇഹ്സാൻ ഉണ്ട്. ഈ 3 കാറ്റഗറിയാണ് ഇസ്ലാമിലുള്ളത്. ഒരാൾ മുസ്ലിം ആയിരിക്കും, ആ മുസ്ലിമായ വ്യക്തി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വാസം ദൃഢമാക്കുന്നതിലൂടെ അയാൾ മുഅ്മിനായി മാറും. ആ മുഅ്മിനായ വ്യക്തി അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത് അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരെ കാണുന്നില്ലെങ്കിലും എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരാധിക്കുന്ന ആ ഒരു ദറജയിൽ എത്തുന്ന ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയാം. മുഹ്സിൻ എന്ന് പറയാം. ഇഹ്സാൻ നമുക്കറിയാം, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരു രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ ഒരു ദറജ. അങ്ങനെ ആരാധിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ താങ്കൾ എന്താക്കണം? സന്തോഷ വാർത്ത അറിയിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാസിർ സഅദി റഹിമഹുല്ലാ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് എല്ലാ വിഷയത്തിലുണ്ട്. അറുക്കുന്ന വേളയിലാകട്ടെ, നിസ്കരിക്കുന്ന വേളയിലാകട്ടെ, എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഒരാളോട് നന്മ കൽപ്പിക്കുകയാണ്, തിന്മ വിരോധിക്കുകയാണ്, അതല്ലെങ്കിൽ ആളുകൾ ഉപദേശിക്കുകയാണ്, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഏത് വേളയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇതായിരിക്കണം നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ഖുർആനിൽ തന്നെ മറ്റു 2 ആയത്തുകളിൽ കാണുവാൻ സാധിക്കും അവർക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. സുകൃതം ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുക്കലല്ലാതെ വേറെ എന്താണ് ചെയ്തു കൊടുക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അത്തരത്തിലുള്ള ആ ഒരു നല്ല പ്രവർത്തനം, നല്ലൊരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. സുകൃതം ചെയ്ത ആളുകൾക്ക് ഏറ്റവും ഉത്തമമായത്, അൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായത് അവർക്കുണ്ട്, വസിയാദ, അതുപോലെ തന്നെ കൂടുതൽ നേട്ടവും അവർക്ക് ഇതിലൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്? നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ആയത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കർമ്മത്തിലും അത് തഖ്വയോട് കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അതുപോലെ തന്നെ മുഹ്സിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്തയും ഉണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ആവർത്തി ഓതാം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും
لتكبروا الله على ما هداكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.